ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പേയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബുക്കൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് ചെയ്യുക. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 15 ക്വസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവിടെ നമുക്കൊരു 3 ക്വസ്റ്റ്യനോളം ഉണ്ട്. അപ്പം പേജ് നമ്പർ 15 ഏറ്റവും അവസാനത്തെ ലൈനിലൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഈ പണ്ട് ആപ്പിളിൻ്റെ ഓറഞ്ചിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടില്ലേ? ആപ്പിളിന് ഇത്രയും രൂപ, ഓറഞ്ചിന് ഇത്രയും രൂപ എന്നൊക്കെ പറയും. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ പ്രൈസ് ഓഫ് 2 kg ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilogram ഓഫ് ആപ്പിൾ ഈസ് 520 rupees. 520 rupees. The price of 3 kilogram of orange and 2 kilogram of apple is 480 rupees. What is the price of each? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടാക്കണം. ആ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ സംഭവം അല്ലേ? അപ്പം നമുക്ക് ഏകദേശം നമുക്ക് എങ്ങനെയൊക്കെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ നേരത്തെ 2 വീഡിയോസിലൂടെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ലെറ്റ് ചെയ്യാം. എനിവേ ലെറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്തോ ചെയ്യണ്ടേ? ആപ്പിളിൻ്റെ ഓറഞ്ചിൻ്റെയും പ്രൈസ് അതല്ലേ? അപ്പോൾ നമുക്ക് നല്ല ഇതായിട്ട് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ലെറ്റ്, എൻ്റെ കൂട്ടത്തിൽ എഴുതിക്കട ലെറ്റ് എന്തെഴുതാം? ദ പ്രൈസ് ഓഫ് ഓറഞ്ച് be x and the price of apple be y. ഓക്കെ, ഇത്ര സെറ്റല്ലേ? ഇനി നമുക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് 2 ഇക്വേഷൻസ് അങ്ങ് പെട്ടെന്നുണ്ടാക്കാം. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ എന്തുവാടാ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ദ price of 2 kilogram of orange, so 2x, plus 3 kilogram of apple, so 3y, is 520 rupees. First equation ആയി, equation number 1. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ നോക്കാം. എന്തോ അവിടെ പറയുന്നത്? ദ പ്രൈസ് ഓഫ് 3 kilogram of orange, so 3x പ്ലസ് പിന്നെ എന്താ പറയുന്നത്? 2 kilogram of apple. So 2 kilogram of 2y is equal to 480, equation number 2. ഓക്കെ, സെറ്റായി. ഇനി നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഇത് കണ്ടോടാ, ഇവിടെ 2 3 3 2 ആണ്. നമ്മൾ ഒരു ഇക്വേഷനിൽ 2 ഇൻറ്റു ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലോ 3 ഇൻറ്റു ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലോ നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് ആവാൻ പോകുന്നില്ല അല്ലേ? കാരണം നമുക്ക് 2 ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാലും തിരിച്ചു മറിച്ചൊക്കെ കിടക്കുന്നത്. അപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതിനകത്ത് എക്സിനെ 0 ആക്കാനാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, എക്സിനെ ഞാൻ 0 ആക്കിയിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ചെയ്യാൻ പോണിതാണ്. ഇത് കണ്ടോ, ഇവിടെ എക്സിൻ്റെ വാല്യൂ കിടക്കുന്നത് എന്തുവാ? 2x ആണ്. ഇവിടെ 3 ആണ് കിടക്കുന്നത്. അപ്പം ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഇവിടെ കിടക്കുന്നത് വാല്യൂ 3 ഇൻറ്റു ചെയ്ത് കൊടുക്കുന്നു. ഈ സെക്കൻഡിൽ കിടക്കുന്നത് എന്തുവാ? 2 അല്ലേ? അത് ഞാൻ സെക്കൻഡ് ഇക്വേഷനിൽ ഇൻറ്റു ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, തിരിച്ചും മറിച്ചും ഈ എക്സിൻ്റെ വാല്യൂ അപ്പുറത്തോട്ട് ഇൻറ്റു ചെയ്ത് കൊടുക്കുന്നു, ഇവിടുത്തെ വാല്യൂ ഇപ്പുറത്തോട്ട് ഇൻറ്റു ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, 2 വാല്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇത് 3 ഇൻറ്റു ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ 1ലേക്ക് മൊത്തത്തിൽ 3 ഇൻറ്റു ചെയ്യണം, ഇക്വേഷൻ 2ലേക്ക് മൊത്തത്തിൽ 2 ഇൻറ്റു ചെയ്യണം. നമ്മൾ പണ്ട് LCM എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലത്തെ ഒരു സംഭവം നമ്മളിവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്, 3 ഇൻറ്റു ചെയ്യാൻ പോവാം, മൊത്തത്തിൽ ഇൻറ്റു ചെയ്യാൻ പോവാം. സോ ഞാൻ ഇക്വേഷനിലേക്ക് ഇൻറ്റു ചെയ്യാൻ പോവാണ്. അപ്പം നോക്കിയേ, 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 6 ആണ്. 6x പ്ലസ് ഫസ്റ്റ് ഇക്വേഷനാണ് ഞാൻ നോക്കുന്നത്. 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 9y ഇസ് ഈക്വൽ ടു 520 ഇൻറ്റു 3 ചെയ്യണം. 520 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇരുന്ന് ചെയ്യുക കേട്ടോ. 51560 എന്ന് നമുക്ക് കിട്ടും. അത് ഞാൻ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കുവാണ്, പുതിയ ഇക്വേഷനായിട്ട് എടുക്കുവാണ്. ഇനി നമുക്ക് 2 ഇൻറ്റു ചെയ്ത് കൊടുക്കാം. ഇക്വേഷൻ 2ലേക്ക് 2 ഇൻറ്റു ചെയ്ത് കൊടുക്കുവാണ്. സോ 2 ഇൻറ്റു 3x എന്ന് വെച്ചാൽ എനിക്ക് 6x എന്ന് കിട്ടും. അത് 6 ആയി കിട്ടി. ഇനി പ്ലസ് 2 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 4y ഇസ് ഈക്വൽ ടു 480 ഇൻറ്റു 2. അപ്പോൾ എത്ര കിട്ടും? 480 ഇൻറ്റു 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 960 എന്നും കിട്ടും. ഇക്വേഷൻ നമ്പർ 4. ഇനി ഞാനിത് മൈനസ് ചെയ്യാൻ പോവാം. മൈനസ് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആക്കി ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ 3 -4
3 - 4 ഡയറക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എക്സ് സെയിം നമ്പേഴ്സ് വന്നു, കട്ടാക്കി കളഞ്ഞു. ഇത് മൈനസ് ചെയ്യാം. 9 - 4 എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടും? 5y എന്ന് കിട്ടും. ഇത് മൈനസ് ചെയ്യാം. നമുക്കിവിടെ 0 0, ഇത് മൈനസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? നമുക്ക് 600 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വൈയുടെ വാല്യൂ അങ്ങ് കണ്ടുപിടിച്ചാലോ? നമുക്ക് എങ്ങനെ എഴുതാം? y = 600 ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതാമല്ലോ അല്ലേ? 5 അടിയിലേക്ക് പോകും, സോ ഡിവൈഡ് ആകും. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? ഡിവൈഡ് ചെയ്തേ, സോ നമുക്ക് 120 എന്ന് വൈയുടെ വാല്യൂ കിട്ടും. വൈയുടെ വാല്യൂ 120 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് എഴുതുവാണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് y ഇൻ ഇക്വേഷൻ 1. ഓക്കെ, ഇക്വേഷൻ 1ലേക്ക് ഞാൻ y ഇട്ട് കൊടുക്കാൻ പോവാണ്. സോ നമുക്ക് എങ്ങനെ കിട്ടും? 2x + 3 ഇൻറ്റു y എത്രയാ? 120. ദാറ്റ് ഈസ് ഈക്വൽ ടു 520. ഇൻറ്റു ചെയ്യാം. സോ 2x + 3 ഇൻറ്റു 120 ചെയ്യാം. സോ നമുക്ക് എത്ര കിട്ടും? 360 ഇസ് ഈക്വൽ ടു 520 എന്ന് കിട്ടും. നമുക്ക് ഇനി 360 അപ്പുറത്തേക്ക് കൊണ്ടുപോകാമല്ലോ. സോ നമുക്ക് എന്ത് കിട്ടും? 2x ഇസ് ഈക്വൽ ടു 520 മൈനസ് 360. സോ ലൈക്ക് 2x എന്ന് പറയുന്നത് മൈനസ് ചെയ്താൽ ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 160 എന്ന് കിട്ടണം. സോ 2x ഇസ് ഈക്വൽ ടു 160. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? x ഇസ് ഈക്വൽ ടു 160 ഡിവൈഡഡ് ബൈ 2. സോ x ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 80 എന്ന് കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ 80 കിട്ടി, വൈയുടെ വാല്യൂ 120 കിട്ടി. അപ്പം ഓറഞ്ചിൻ്റെ വാല്യൂ 80യും ആപ്പിളിൻ്റെ വാല്യൂ 120 നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാമല്ലോ. Therefore, the price of an apple അല്ലെങ്കിൽ orange and the price of an apple എത്രയാടാ നമുക്ക് കിട്ടിയത്? 120. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയേക്കുവാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ, ലൈക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും നമുക്ക് അടുത്തടുത്ത വീഡിയോസിലൊക്കെ ചെയ്യാം. സോ ലൈക്ക് ഏകദേശം ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? സോ അത്രേ ഉള്ളൂ. നിങ്ങളപ്പം എല്ലാം എഴുതുക, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.